മാതരം വന്ദേ മാതരം അതാ പോയി വന്ദേ മാതരം കാട്ട് എവിടെ നോക്കട്ടെ. അങ്ങനെ ഇന്ന് ആഗസ്റ്റ് 15 ഇന്ന് 80ാമത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80 വർഷം പിന്നിടുകയാണ് ഗായ്സ് അല്ലേ. 80ാമത് ഇൻഡിപെൻഡൻസ് ഡേ. ഇവിടെ സ്വാതന്ത്ര്യം ഇന്ത്യക്കാർക്ക് മാത്രം കിട്ടിയിട്ടുള്ളത്, കല്യാണം കഴിഞ്ഞവർക്ക് ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നാണ്. ആരാണിത്? ഇതിപ്പോ മുറ്റടിച്ചു വരും. അപ്പൊ അത് നോക്കാം, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫ്ലാഗ് റെസ്പെക്ട്. ഓക്കെ. അങ്ങനെ ഗൈസ് ആഗസ്റ്റ് 15 ഇന്ന് നമുക്കൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചെടുത്ത വണ്ടിക്ക് ആഗ്രഹിച്ച പോലത്തെ ഒരു നമ്പറും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതായത് നമ്പറിന് കുറച്ച് ലേലം വിളിച്ചെങ്കിലും ഞാനത് സ്വന്തമാക്കി. കാരണം ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചതിന് എനിക്കത് നേടണം ഗൈസ്. അങ്ങനെ ഞാൻ നേടിയിട്ടുള്ള നമ്പർ കാണണ്ടേ. എല്ലാവരും വിചാരിക്കും നമ്മുടെ വണ്ടിയുടെ പഴയ നമ്പർ തന്നെ ആവുന്നത്. പക്ഷെ പഴയ നമ്പറല്ല, ഇത് പുതിയ നമ്പറാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്പറൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. KL51S 3000. ഓക്കെ, KL51S 3000 നമ്മളുടെ വണ്ടി നമ്പർ. അപ്പോൾ ഈ വണ്ടി റോട്ടിൽ കൂടെ കണ്ടാൽ നോക്കിക്കോളി, അത് നമ്മളെ വണ്ടിയാണ്. KL51S 3000. എവിടെ തുന്നിയിലെ നെക്സ്റ്റ് അപ്ഡേഷൻ എന്ന് ചോദിച്ചവർക്ക് ഇതാ, കഫ്താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മസ്റ്റായിട്ട് ഗൈസ്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരാൻ തോന്നൂല എന്ന് പറയും അല്ലേ. എവിടേക്ക് പോവാണെങ്കിലും ഇതിട്ടിട്ട് നിങ്ങൾ പോകുന്നുണ്ടാവും. കാരണം ഈ തുണി ഇതിൽ കാണുന്ന മാതിരിയല്ല, മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് അടിപൊളി മെറ്റീരിയലാണ്, ഒരു രക്ഷയില്ല. ഓക്കെ, അടിപൊളി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും, ഡബിൾ പോക്കറ്റ് ഒക്കെ വന്നിട്ട്, പോക്കറ്റ് അവിടെ പിന്നെ അടിയിൽ ഇതേപോലെ ഒരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്ഡേഷൻ ആണ് അല്ലേ. ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് അല്ലേ ഉള്ളൂ ഗൈസ്. അപ്പൊ എനിക്ക് യൂട്യൂബിലുള്ള ഫാമിലിയോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പെട്ടെന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളി. കാരണം ഞാനിപ്പോ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നത് സെയിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഫ്രീ സൈസ് കഫ്താൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ചൂസ് ചെയ്യാം. ഈ പെട്ടത് ഏതാ? അല്ല, എന്റെ സൈസ് ഏതാ? ലാർജും എക്സൽ വരെ ഒക്കെ ഇടലുണ്ട്. ഓക്കെ, നല്ല ലൂസായിട്ടും നല്ല ലൂസ് ഫിറ്റ് ആയിട്ടും വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ്. അതായത് പെട്ടെന്ന് എന്തെങ്കിലും പരിപാടിക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മഴക്കാലമൊക്കെ കഴിഞ്ഞു, ഇനി വേനൽക്കാലമാണ്. ലൈറ്റ് വെയിറ്റ് ഡ്രസ്സും നല്ല ക്വാളിറ്റി ഡ്രസ്സും ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത്, നല്ല ഡിസൈനാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത്. നോക്കി, നല്ല കളറുമാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും പാടുണ്ട്, അതിനനുസരിച്ച് കാണിച്ചാൽ. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ബ്ലൂ ഷെയ്ഡ് കഫ്താനാണ് അല്ലേ. ഇത് രണ്ടും ഒരേ സെയിമാണ്, മെറ്റീരിയലും എല്ലാം സെയിമാണ്. അതേമാതിരി സൈസും സെയിമാണ്. ഫ്രീ സൈസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, നല്ല രണ്ട് പോക്കറ്റും വർക്കും സ്റ്റിച്ചിങ്ങും, മെയിനായിട്ട് തുണിയുടെ കംഫർട്ടും. അപ്പോൾ ഇത് ഓർഡർ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക സിനോ? കിട്ടലുണ്ടാവില്ല. വാട്സപ്പിൽ പരമാവധി ഒരു കാര്യം നിങ്ങൾ സത്യം പറയും, ഞാൻ തടി കുറഞ്ഞിട്ടാണോ തടി ഉള്ളതാണോ നല്ലത്? ഉമ്മാനോട് ആദ്യം ചോദിക്കാം. എന്താണ് സിനുവിനോ? നിങ്ങളൊക്കെ അല്ലേ ഇജല്ലേ പറഞ്ഞ ഇത്ര കാലം നിങ്ങളെ തടി കുറക്കല്ല. നിങ്ങളൊരു 4-5 മാസം മുന്നത്തെ എന്റെ കോലം നിങ്ങളൊന്ന് കണ്ടുവരി, എന്നിട്ട് പറയും നിങ്ങൾക്ക് തടി ഉള്ളതാണോ തടി ഇല്ലാത്തതാണോ നല്ലത് നിങ്ങളൊന്ന് പറയും. ഇങ്ങനെ എന്റെ കൗത്തൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ. അതായത് ഇപ്പൊ കൗത്തൊക്കെ നീണ്ട് പ്രായം കുറഞ്ഞ്. പക്ഷെ അതിന്റെ ആൾക്കാരെ വിചാരം പെട്ടെന്ന് തടിയുള്ളൊരു മനുഷ്യൻ തടി ഇല്ലാതായപ്പോ എല്ലാരും വിചാരം എനിക്ക് ഷുഗർ പിടിച്ചു വന്നാ. ആകെ കുഴങ്ങി. ഇപ്പൊ ഞാൻ എന്താക്കണ്ട്, ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ ഡയറ്റ് വിട്ടു. പക്ഷെ ഇന്ന് മുതൽ ഞാൻ ഡയറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കാരണം നമ്മൾ ഒരു വട്ടം 6 പാക്ക് ആക്കി കഴിഞ്ഞ് പിന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് അത് കാണാതാവുമ്പോ ഭയങ്കര ഇടങ്ങേറാവും. അപ്പൊ വീണ്ടും ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താ അല്ലേ ഇങ്ങനെ ഇരിക്കണത്? ഇന്ന് ആഗസ്റ്റ് 15 അല്ലയാ. ഇന്ന് സ്വാതന്ത്ര്യ ദിനാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. ഇങ്ങനെ ഇരിക്കല്ലേ? ഒരു യോ പറയും, യോ പറയും എല്ലാവർക്കും ഒരു അയ്യോന്നല്ല, യോ പറയും, യോ പറയും. അപ്പൊ ഗായ്സ്, നമ്മള് ഒരു ഉമ്മാക്ക് ഓൾറെഡി നമ്മള് സ്വർണ്ണം എടുത്തു കൊടുത്തു. ഇന്ന് ആർക്കാ സ്വർണ്ണം എടുക്കാൻ പോണേ?
ഇന്ന് ഞങ്ങൾക്കൊരു ജ്വല്ലറിന്റെ ആഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആഡ് മാത്രം ആഡിലുപരി ചെറിയ പൈസക്ക് അവിടെ നിങ്ങൾക്ക് സ്വർണം കിട്ടും. സ്വർണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കനല്ലാത്ത സ്വർണ്ണങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോഴത്തേക്ക് ആൾക്കാർ ഇപ്പോഴത്തേക്ക് പെണ്ണുങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റിനോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മെയിനായിട്ട്. ഉമ്മാൻ്റെ ഒക്കെ കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കനുള്ള വള കയ്യുമ്മട്ടിങ്ങാണ്ട് അത് മരുമകളാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ബക്കറ്റ് പിടിച്ചു വരുന്ന കൊട ആ കയ്യുമ്മ ഇങ്ങനെ വള ഇങ്ങനെ കാണണം അല്ലേ? നിറച്ച് വള വേണം. അന്ന് വളയായിരുന്നു. ഓക്കെ, ഇന്നിപ്പോൾ എല്ലാവരും ലൈറ്റ് വെയിറ്റിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് വെയിറ്റിൻ്റെ ഒരു കളക്ഷൻ്റെ ലോകമാണ്. നിങ്ങൾക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മുടെ പെരിന്തൽമണ്ണ നെസ്റ്റോൻ്റെ ഉള്ളിലുള്ള ഷോപ്പാണ്. അപ്പോൾ എന്തായാലും ഷോപ്പിലെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പണി, അതിനെയാണല്ലോ നമ്മൾ ആഡ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും എനിക്ക് ഇത് ഇൻസ്റ്റാഗ്രാമിലാണ് അത് ചെയ്യാനുള്ളത്. പക്ഷേ ഞാനത് യൂട്യൂബിലും കൂടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെസ്റ്റോയിലൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും കൂടി അതൊരു ഉപകാരമായിട്ട്, കാരണം ഇത് തിരഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇത് എടുക്കണം എന്നുണ്ടാവും. പക്ഷേ ഇത് എവിടെയാണ് ഇതിൻ്റെ കറക്റ്റ് സ്ഥലം എന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് പരിചയപ്പെടുത്തുന്നതാണല്ലോ നമ്മുടെ പണി. അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്താണ് പറ്റുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് ഉണ്ട്, നിങ്ങൾക്ക് പറ്റിയ പ്രൈസിനാണ് എന്നുണ്ടെങ്കിലൊക്കെ മസ്റ്റായിട്ട് ഒരു വട്ടം ഷോപ്പ് വിസിറ്റ് ചെയ്തോളി. നിങ്ങൾക്കതൊരു ഉപകാരമാണെങ്കിൽ ആവട്ടെ അല്ലേ? അപ്പോൾ എന്തായാലും ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് കാണുക. പിന്നെ എന്നും ഗൈസ് ഇപ്പോൾ യാത്രയാണ് അല്ലേ? എന്നും അല്ല, എൻ്റെ ഒക്കെ കുട്ടീൻ്റെ വിചാരം ജീവിതത്തിൽ അല്ല നിത്യം ദിവസത്തിൽ ഒരു വട്ടം കാറിൽ പോകണം, ഇതൊക്കെയാണ് ജീവിതം എന്ന് വിചാരിച്ച് നിൽക്കണം അലേഹ. കാരണം എന്നും ഇതല്ലേ പണി. രാവിലെ നീക്കുക, ജിമ്മിന് പോവുക, വരിക, പമ്പൈസ് മാറ്റുക, ഡ്രസ്സ് മാറ്റുക, ഇറങ്ങുക അല്ലേ? അലേഹല്ല ജിമ്മിന് പോണ്. നാളെ നമുക്കൊരു വെറൈറ്റി വ്ളോഗ് എടുക്കാം ഗൈസ്. നാളെ ജിമ്മിലെ ഓണപ്പരിപാടി എടുക്കാം നമുക്ക്. ഞാൻ പോകുന്ന ജിമ്മിലെ നാളെ ഓണപ്പരിപാടിയാണ്. ജിമ്മന്മാർ അലേക്ക് പട്ടുപാട് കൊള്ളുമോ? അല്ലെങ്കിൽ നമുക്ക് നെസ്റ്റോന്ന് എടുക്കാം. കൊള്ളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെസ്റ്റോന്ന് എടുക്കാം. തിരുവാതിര, എൻ്റെ കുട്ടീൻ്റെ തിരുവാതിര കളി ഉണ്ടാവും. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു ഓണാഘോഷ പരിപാടി ഞാൻ കാണിച്ചുതരാം. നമ്മളൊന്നും പരിപാടിയിൽ ഉണ്ടാവില്ല, എന്നാലും അവിടെ നടക്കുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചുതരാം ഗൈസ്. നിങ്ങൾ വരുന്നുണ്ടോ? നിങ്ങളൊക്കെ ക്ഷണിച്ചിട്ടില്ലേ? അന്ന് ജിമ്മിന് വന്നപ്പോൾ ക്ഷണിച്ചില്ലേ? നല്ല ഓണസദ്യ ഉണ്ടാവും കേട്ടോ. അത് നേരത്തെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നാളെ എന്തായാലും ജിമ്മ് ലീവാണ്, ഓണപരിപാടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നാളത്തെ പരിപാടിയാണ്. ഇപ്പോൾ നമുക്ക് എന്താക്കാം, ജ്വല്ലറിയുടെ വിശേഷങ്ങൾ കാണാം. ആന പോണ് നോക്കാം മക്കളെ. ആന കണ്ടില്ലേ? ഇനി ഒരു കാരവാനാണ് ഞാൻ വാങ്ങുക അപ്പിടാൻ വേണ്ടിട്ട്. ഇത് ഈ പമ്പൊക്കെ നിർത്തിയിട്ട് ഞാൻ മലങ്ങിയ ഒരു മനുഷ്യൻ. അപ്പോൾ ഇതാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. നമ്മളെ പെരിന്തൽമണ്ണ നെസ്റ്റോന്റെ നേരെ ഫ്രണ്ടിലുള്ള നവരത്ന എന്ന് പറഞ്ഞിട്ടുള്ള, നവരത്ന അല്ലേ? നവരത്ന എന്ന് പറഞ്ഞ ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇത് 18 ക്യാരറ്റാ 916 ആയിക്കോട്ടെ. ഇനി അതായത് നമ്മുടെ മക്കൾക്കൊക്കെ പറ്റിയ സാധനങ്ങൾ ഇരിക്കും കേട്ടോ. കണ്ടോ, അതിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇത് 18 ക്യാരറ്റ് അല്ലേ? 18 ക്യാരറ്റ് ഉണ്ട്. ഈ ഒരു സംഭവം കണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സെറ്റ്, ഇതിൽ ബ്രേസ്ലെറ്റ് വരുന്നുണ്ട്, മാല വരുന്നുണ്ട്, പിന്നെ കമ്മല് വരുന്നുണ്ട്, പിന്നെ അരപ്പവൻ മുതലുണ്ട്. പക്ഷെ ഈ ഒരു സെറ്റ് വെറും അതായത് 3/4 പവന്റെ ഉള്ളിൽ എല്ലാ സെറ്റും വരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. കണ്ടോ, ഈ ഒരു ഇത്രയും സെറ്റ് നിങ്ങൾക്ക് വേറെ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ ലൈറ്റ് വെയിറ്റിലാണ് സാധനം വന്നിട്ടുള്ളത്. ഇനി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ബ്രേസ്ലെറ്റിലായാലും ഇനി കമ്മലിലാണെന്നുണ്ടെങ്കിലും മോതിരത്തിലാണെന്നുണ്ടെങ്കിലും ഇനി കല്ല് വെച്ചതിലാണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഡയമണ്ടിലൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ എടുക്കുന്നത്. അതേമാതിരി റിംഗ് ആണെങ്കിലും ഇനി സിൽവറിലാണെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ട്. ഓണമായിട്ട് നമ്മൾ എന്തോ ഓഫർ വെച്ചിട്ടുള്ളത്? ഡയമണ്ടിലെ ഓക്കെ. അതായത് ഓണം, അതായത് ഓഗസ്റ്റ് 16 മുതൽ ഓഗസ്റ്റ് 30 വരെയാണെന്നുണ്ടെങ്കിൽ ഇവരിവിടെ കുറച്ച് ഓഫേഴ്സും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾ ഇവിടുന്ന് 50,000 മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഓണപ്പുടവ് കിട്ടും. സെലക്ടീവ് പീസിനൊക്കെ 50% ഡിസ്കൗണ്ട്. പഴയ സ്വർണ്ണങ്ങൾ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് റേറ്റിനേക്കാളും 400 രൂപ ഇവർ കൂട്ടിയിട്ട് തീർട്ടോ. അല്ല, വേറെ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഓഫറൊക്കെ വരുന്നത് ഓഗസ്റ്റ് 16 മുതൽ ഓഗസ്റ്റ് 30 വരെയാണ്. ലൊക്കേഷൻ നമ്മുടെ പെരിന്തൽമണ്ണ നെസ്റ്റോന്റെ ഹൈപ്പർ മാർക്കറ്റിന്റെ നേരെ ഫ്രണ്ടിലുള്ള നവരത്ന ഗോൾഡ് അല്ലേ? അങ്ങനെ ഗൈസ്, സിനു വന്ന കാലം സിനുവിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം പർച്ചേസ് ചെയ്തു. എവിടെ എൻ്റെ പൈസ
നൗഫൽ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് ഓർമ്മ ഇല്ലാതെ നടക്കിപ്പോ. എന്നാലും നമ്മള് പർച്ചേസ് ചെയ്തു. എന്നാ അങ്ങനെ ഒന്നും ചോദിക്കരുത് കേട്ടോ ഇവിടെ വന്നിട്ട് വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് എന്താണെന്നുള്ളത്. പിന്നെ വേറെ എടുത്തു പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് സാധനം അല്ല വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേക്കൊക്കെ ഇപ്പൊ സാധാരണ ചെറിയ പൈസക്കൊക്കെ ഇപ്പൊ ഗോൾഡ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയാണ്. അപ്പൊ ഇത് നിങ്ങൾ കൊടുക്കണ പാർട്ട്ണർക്ക് ഇഷ്ടാവുകയും ചെയ്യും. നല്ല കളക്ഷൻസ് ഉണ്ട്. 7500 രൂപക്ക് മുതൽ വരെ നമ്മള് റിംഗ് ഡെയിലി യൂസിന് കംഫർട്ട് ആയിട്ടുള്ള റിങ്ങുകളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? പർച്ചേസ് ചെയ്തു അല്ലേ? എന്നാ പോവാ. താഴെ ഉമ്മയും കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഓരൊക്കെ ഉറങ്ങിയോണ്ട് ഉമ്മ കാറിലിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉമ്മാനെ കൂട്ടി നെക്സ്റ്റ് ഒന്ന് പർച്ചേസും കൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. പറയുമ്പോൾ ഞങ്ങൾ ചോദിച്ച ജ്വല്ലറി വില കുറഞ്ഞ് കിട്ടുന്ന ജ്വല്ലറി എന്നാണ്. ഇവിടെ വില കുറഞ്ഞ തൂക്ക ലൈറ്റ് വെയിറ്റ് ആണ് വരും. എല്ലായിടത്തുള്ള വിലയൊക്കെ ഇവിടെ ഇല്ലേ? എല്ലായിടത്തുള്ള വില അല്ലേ? മേക്കിംഗ് ചാർജ് കുറവാ. മേക്കിംഗ് ചാർജ് മാർക്കറ്റിലൊക്കെ ഉള്ള വില തന്നെയാണ്. ആൾക്കാർ വിചാരിച്ചത് സ്വർണ്ണല്ലാന്ന്. ഓക്കെ, അതായത് ഡിസൈനും വെയിറ്റിലൊക്കെയാണ് വ്യത്യാസം അല്ലേ? ഇത് അതല്ല നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വരുന്നുണ്ടോ? ആ, അതായത് നമ്മൾ ഡിസൈൻ പറഞ്ഞാൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യും അല്ലേ? നമ്മളെ നെക്സ്റ്റ് നമ്മളെ സെയിലിംഗ് മാപ്പിള നല്ലത് കിട്ടിയപ്പോ പോയോ? അല്ല പിന്നെ നെക്കി ഇറങ്ങി രണ്ടാൾ തർക്കായി പോ. ഇറങ്ങണ്ടേ? രണ്ടാളും ഫ്രണ്ടിൽ നിന്നിട്ട് നിന്ന് ഇതാണ് സെലീന താത്ത അല്ലേ? ഇനി മോൾക്ക് എത്തിക്കണേ. പിന്നെ മോൾ തന്നെ ഉള്ളു താഴത്തേക്ക്. അതിലെന്നെ ഞാൻ റീകോളുണ്ട് എല്ലാരും. രണ്ടാളും ഫ്രണ്ടിൽ നിന്നിട്ടേ കാണുന്നുണ്ടായി. ഞാൻ നൗഫലിനെ കണ്ടു. എനിക്ക് കാണാൻ ആഗ്രഹമുള്ളതിന്റെ മുന്നിൽ എത്തുള്ളൂ. ഇവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കമന്റ് ഇടും. ഇവരെ ഇതൊന്നും ആരും അറിയിടില്ല. ഇറങ്ങി അങ്ങനെ ഗൈസ് ഗോൾഡ് ഒക്കെ എടുത്ത് നമ്മള് വീട്ടിലല്ല റോട്ടിലെത്തി. ഉമ്മ ഗുളിക വാങ്ങാൻ വേണ്ടി ഇറങ്ങി. പ്രഷറിന്റെ ഗുളിക വാങ്ങാൻ വേണ്ടി ഇറങ്ങി. 300 റുപ്യ. അപ്പൊ എന്ത് ഗുളിക നിങ്ങൾ വാങ്ങി? മാസത്തിനോ? ഓക്കെ, എന്തായാലും നെക്സ്റ്റ് എല്ലാ വീഡിയോ കാണാം.